പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വളരെ ഭക്തനായ നല്ലൊരു കത്തോലിക്കനായ ഒരു വരാപ്പുഴക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊരു മെത്രാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ബൈബിൾ അധിഷ്ഠിതമായ ഉത്തരങ്ങളാണ് ആ നല്ല കത്തോലിക്കൻ എന്നോട് പറഞ്ഞത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, he must be simple and humble. ലാളിത്യവും എളിമയുമുള്ള വ്യക്തിയായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലുമൊക്കെ ലാളിത്യം ദർശിക്കാൻ ദൈവജനത്തിനും മറ്റുള്ളവർക്കൊക്കെ കഴിയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ വാക്യങ്ങളിൽ ദൈവപുത്രന്റെ കെനോസിസ്, സ്വയം ശൂന്യവൽക്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സമാനതയിലായിരുന്നെങ്കിലും ആ സമാനത കണക്കാക്കാതെ അനുസരണയുള്ളവനായി മനുഷ്യനായി അവസാനം കുരിശുമരണം വരെ സ്വീകരിച്ചുവെന്ന്. ഈ ഒരു സ്വയം ശൂന്യവൽക്കരണം, ഇത്തരത്തിലുള്ള എളിമ, ഇത്തരത്തിലുള്ള ലാളിത്യം ഒരു മെത്രാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈശോ പിറന്നത് ബെത്ലഹേമിലാണ്. വാസ്തവത്തിൽ ബെത്ലഹേം ദൈവം കുനിഞ്ഞ സ്ഥലമാണ്, ദൈവം ചെറുതായ സ്ഥലമാണ്, ദൈവം സ്വയം ശൂന്യവൽക്കരിച്ച സ്ഥലമാണ്. ദൈവം മനുഷ്യനെ എങ്ങനെ ചെറുതാകണമെന്ന് പഠിപ്പിക്കാൻ, എങ്ങനെ സ്വയം ശൂന്യവൽക്കരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ബെത്ലഹേമിൽ ആ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം സ്വയം ശൂന്യവൽക്കരിക്കുന്ന എളിമയുടെ, ലാളിത്യത്തിൻ്റെ ഉടമകളെയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ആന്റണി വാലിങ്കൽ പിതാവ് അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം എവിടെയൊക്കെ ആയിരുന്നുവോ അവിടെയൊക്കെ ലാളിത്യത്തിൻ്റെ, എളിമയുടെ, സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യമായി, പ്രമാണവാക്യമായി എടുത്തിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യമാണ്. സേവിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി തീരുവാനും, to serve and to be ransom for many. ചുരുക്കം പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ട അപ്പമായി തീരാൻ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കാൻ ഇന്ന് അദ്ദേഹം തയ്യാറെടുപ്പ് നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, he must be able to relate with people. ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയണം. ഒരു മനുഷ്യനെ നിർവചിക്കുന്നത് ബന്ധങ്ങളാണ്. ഈ അടുത്ത കാലത്തൊരു പഠനത്തിൽ, what makes you
ഹാപ്പി ആൻഡ് പീസ്ഫുൾ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് ക്ലോസ് റിലേഷൻഷിപ്പ് ആണെന്നാണ്. ഒരു മനുഷ്യനെ ഹാപ്പി ആക്കുന്നത്, ഹെൽത്തി ആക്കുന്നത് നല്ല ബന്ധങ്ങളാണെന്ന് പറഞ്ഞത്. നമ്മുടെ മോൺസിഞ്ഞോർ ആന്റണി വാലുങ്കൽ പിതാവ് ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ ഇന്ന് അദ്ദേഹത്തെ നോക്കിയാൽ ഇവിടേക്ക് വരുമ്പോഴും കുർബാനയിലേക്ക് വരുമ്പോഴൊക്കെ എല്ലാ ജനങ്ങളെയും നോക്കി ചിരിക്കുകയും എല്ലാ ജനങ്ങൾക്കും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതം. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാൻ ബന്ധങ്ങളുടെ മനുഷ്യനാണെന്നാണ്. നമ്മുടെ പരിശുദ്ധ പിതാവ് എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. മെത്രാന്മാരോടും വൈദികരോടും അദ്ദേഹം പറയുന്നത് ഒരു മെത്രാനോ ഒരു വൈദികനോ വേണ്ടത് 4 തരം ബന്ധങ്ങളാണ്. ഒന്നാമത്തെ ബന്ധം ദൈവത്തോട്, രണ്ടാമത്തെ ബന്ധം മാർപ്പാപ്പയോടും മെത്രാനോടും, മൂന്നാമത്തെ ബന്ധം തൻ്റെ കൂടെയുള്ള വൈദികരോട്, നാലാമത്തെ ബന്ധം ദൈവജനത്തോടാണ്. ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ 2ാമത്തെ വാണി നമ്മൾ വായിച്ചു കേട്ടു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് വൈദികനെന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് മെത്രാനെന്നാണ്. എങ്കിൽ ആ ജനങ്ങളുമായിട്ട് കൂട്ടായി ജീവിക്കാൻ, സ്നേഹത്തോടെ ജീവിക്കാൻ ഒരു മെത്രാൻ നിർബന്ധമാക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൂന്നാമത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹി മസ്റ്റ് ഹാവ് എ സ്മൈലിംഗ് ഫേസ്. പുഞ്ചിരിക്കുന്ന ഒരു മുഖം അദ്ദേഹത്തിനുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചകളുണ്ട്. അവിടെയൊക്കെ ഞങ്ങളൊരു മെത്രാൻ നോക്കി ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് അത് വെളിച്ചമായിരിക്കും, ഞങ്ങളുടെ ഹൃദയത്തിന് അത് സാന്ത്വനമായിരിക്കും എന്ന് പറയുകയായിരുന്നു. അതുപോലെ 4ാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മെത്രാൻ വിളിക്കപ്പെട്ടവനാണെന്നും അയക്കപ്പെട്ടവനാണെന്നുള്ള ചിന്തയിൽ ജീവിക്കണം. അതാണല്ലോ ഇന്നത്തെ 1ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? പീഡിതർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ, ബലഹീനരെ സഹായിക്കാൻ, മറ്റുള്ള മനുഷ്യരേക്ക് ഇറങ്ങിച്ചെല്ലാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മെത്രാൻ നിയോഗിക്കപ്പെടുകയാണ്.